അപ്പം നമ്മൾ ഡിസ്റ്റോർട്ട്, ട്രാൻസ്ഫോം, ക്രോപ്പ് എന്നൊക്കെ പറയുന്ന എഫക്റ്റുകൾ പഠിച്ചു. ഇനി എഫ് സി പിക്കകത്ത് ബിൽറ്റിൻ ആയിട്ടുള്ള കുറേ എഫക്ട്സ് ഉണ്ട്. സൂപ്പറാണ് അത്. അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോണത്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വ്യൂവറിന് താഴെയായിട്ട് ഒരു ചെറിയ ബട്ടണുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എഫക്റ്റുകൾ കിട്ടും. ഓഡിയോ എഫക്റ്റും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മളൊന്ന് നോക്കിയ ഒരു ടാബാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എഫക്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ഈ ടാബിൽ ഒത്തിരി സബ് കാറ്റഗറി ഉണ്ട്. ഈ സബ് കാറ്റഗറികൾ ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എഫക്റ്റുകൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ 360 എന്ന് പറയുന്ന ടാബിലാണ്. ഇപ്പം ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്റ്റിൽ ഒന്ന് സ്കിം ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് എങ്ങനെയാണ് നമ്മളുടെ വീഡിയോയിൽ വരുന്നതെന്ന് അറിയാൻ പറ്റും. അടുത്തതിലേക്ക് പോയാൽ അതിൻ്റെ പേര് ബേസിക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ എഫക്റ്റ് നോക്കിയപ്പോൾ കണ്ടോ, കളർ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തുള്ള എഫക്റ്റൊക്കെ ഉണ്ടോ, ടൈം കോഡൂടെ ഡിസ്പ്ലേയോ, അതും ചിലപ്പോൾ ആവശ്യമുള്ള ഒരു ടൂളാണ്. ചില സമയത്ത് നെയിമും ടൈം കോഡും നമുക്ക് വേണ്ടി വരും. പിന്നെ നിങ്ങൾ താഴോട്ട് വന്നാൽ ബ്ലർ എന്ന് പറയുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇമേജിനെ ബ്ലർ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം. ബ്ലർ ചെയ്യുമെന്ന് പറയുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പോയിൻ്റ് ബ്ലർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. പിന്നെ ഈ കാണുന്ന പോലെ മാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി എഫക്റ്റുകളുണ്ട്. അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതരാകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു എഫക്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് വേണ്ട എഫക്റ്റ് ആയതാണോ അതിൽ വന്നിട്ട് വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എനിക്ക് നമ്മളുടെ ക്ലിപ്പിലോട്ട് ഇൻസേർട്ട് ആവും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലേ ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ഇനി ഡബിൾ ക്ലിക്ക് അല്ല, നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തും ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മളുടെ വീഡിയോ പ്രൊജക്റ്റിൽ നമ്മൾ ഒരു എഫക്റ്റ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പോണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ എഫക്റ്റിനെ ഡിഫോൾട്ടാക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കീബോർഡ് ഷോർട്ട് കട്ട് കൊണ്ട് എപ്പം നിങ്ങൾക്ക് വേണോ അപ്പോഴെല്ലാം ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയും സ്റ്റെപ്പ് ഇവിടെ വരേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ്? അതിന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ എഫക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതുണ്ട് ആദ്യത്തെ ഓപ്ഷൻ, ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ടൈം ലൈനിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ടൈം ലൈനിലായിരിക്കുന്ന സ്ഥലത്ത് ഓപ്ഷൻ ഇ എന്ന് പറയുന്ന കീബോർഡ് ഷോർട്ട് കട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് അവിടെ വരും. ഇപ്പം നിങ്ങൾ നോക്കി ആ എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ വിൻഡോയിൽ നിങ്ങൾക്ക് ആ എഫക്റ്റിന് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് പ്ലേ ചെയ്യുവാണ്. കണ്ടോ, അപ്പോൾ ആ എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എഫ് സി പിയിൽ ബിൽറ്റിൻ ആയിട്ടുള്ള കുറേ കൂൾ എഫക്റ്റുകൾ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റിനെ നിങ്ങൾക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താൻ പറ്റും. എത്രമാത്രം ഇൻറ്റൻസിറ്റി കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾ ഇൻസ്പെക്ടർ വിൻഡോയിൽ പോയിട്ട് ഇൻസ്പെക്ടർ വിൻഡോയിൽ നിന്നുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മുമ്പേ ആഡ് ചെയ്ത ആ എഫക്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത് കണ്ടോ, എനിക്കതിൻ്റെ ആപ്ലിക്കബിലിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ കൂട്ടാൻ പറ്റും. എമൗണ്ട് അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി അതുപോലെ എൻ്റെ താഴോട്ട് നോക്കിയാൽ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ആംഗിളും ഇൻക്ലിനേഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ പറ്റും. ഇതാണ് ഇൻസ്പെക്ടർ വിൻഡോയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധം. ഇനി വേറൊരു ഓപ്ഷനുള്ളത്, നിങ്ങളുടെ ടൈം ലൈനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാം. വീഡിയോ അനിമേഷൻ എഡിറ്റർ എന്ന് പറയുന്ന എഡിറ്റർ കിട്ടും. അതിന് കൺട്രോൾ വി നിങ്ങൾ പ്രസ് ചെയ്യണം. കൺട്രോൾ വി പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതുപോലുള്ള അനിമേഷൻ എഡിറ്റർ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഏത് എഫക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന, ഇച്ചിരി മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ എഫക്റ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത എഫക്റ്റ്. എന്നിട്ട് ആ എഫക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എവിടെ കാണുന്നത്, പല കസ്റ്റം സെറ്റിങ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സ്ലൈഡർ കിട്ടും. ആ സ്ലൈഡറെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന അനുസരിച്ച് നോക്കിക്കേ, നിങ്ങളുടെ വ്യൂവർ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സെറ്റിങ്ങും ഇവിടുന്ന് തന്നെയും സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും.